കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധ സൂചകമായി ജൂലൈ 6-ന് ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. പ്രതിഷേധ സമരം വിജയിപ്പിക്കുവാൻ ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. ദിവസം 3000 മുതൽ 4000 രൂപ വരെ വരുമാനത്തിൽ കുറവുണ്ട്. ഇതിനൊപ്പം ഇന്ധനവില വർധനവ് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഡീസലിന് സബ്സിഡി അനുവദിക്കണം, വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചിരുന്നു. തകർന്നടിഞ്ഞ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനും ജൂലൈ 6-ന് ജില്ലയിലെ പ്രൈവറ്റ് ബസ് സർവീസുകൾ നിർത്തിവെക്കും. തുടർന്ന് പ്രതിഷേധ ഭാഗമായി ഉടമകളും തൊഴിലാളികളും കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിക്കും. ഇതിനായി മുഴുവൻ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന യോഗം ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തുമ്പോൾ നമ്മുടെ നിവേദനങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുക നിങ്ങളൊരു ഇൻഡസ്ട്രിയാണ്, ലക്ഷക്കണക്കിന് രൂപ ഒരു ഇൻഡസ്ട്രി ഒരു മേഖലയാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ്. ഇന്ന് ഈ മേഖല ബോംബിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിരുന്നതിന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു മുൻവിധി നമുക്ക് വേണം പറയാം. ഈ കാര്യങ്ങളിൽ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വരുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ല? സംസ്ഥാന നേതൃത്വം ദൈനംദിനം ഇങ്ങനെ ഇടപെട്ട് അവരെ ശ്രദ്ധയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയിൽ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ച് നിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു സംഘടനയാണ് ഇത്. പക്ഷെ ഇപ്പോൾ ഭരണമാറ്റമുണ്ടായാലും ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റിനോ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരും തന്നെയാണ്. താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ താലൂക്ക് ഭാരവാഹികളായ PV പത്മനാഭൻ, അബ്ദുൽ അസീസ്, TP കുഞ്ഞികൃഷ്ണൻ, രതീഷ് കുമാർ, മുൻ താലൂക്ക് പ്രസിഡന്റ് C രവി തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി AV പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ KV രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.